ലോകത്തെ മാറ്റിക്കുറിച്ച ദാർശനികൻ, അതെ, കാൾ മാർക്സ്. ഇന്ന് കാൾ മാർക്സ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 143 വർഷങ്ങൾ കഴിഞ്ഞു. 1883 മാർച്ച് 14 അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞത്. വെറും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനോ ദാർശനികനോ മാത്രമായിരുന്നില്ല, വിപ്ലവകാരി കൂടിയായിരുന്നു. ലോകത്തെ മാറ്റിമറിച്ച, ആധുനിക ലോകത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ദാർശനികനായിരുന്നു മാർക്സ്. അതെ, ഇന്ന് ചർച്ച ചെയ്യുന്നത് മാർക്സിനെ കുറിച്ചാണ്. തോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദാർശനികൻ ലോകത്തെ വ്യാഖ്യാനിച്ചിട്ടേ ഉള്ളൂ, എന്നാൽ പ്രധാനം അതിനെ മാറ്റിമറിക്കുക എന്നതാണ്. മുതലാളിത്ത സമൂഹത്തെയും അതിൻ്റെ ഉപോൽപ്പന്നമായ ഭരണകൂടത്തെയും അട്ടിമറിക്കുകയും അതിലൂടെ ആധുനിക തൊഴിലാളി വർഗത്തിൻ്റെ വിമോചനത്തിന് സഹായിക്കുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. 1813 ജർമ്മനിയിലെ ട്രയൽ എന്ന സ്ഥലത്ത് ജനിച്ച അദ്ദേഹം 1883 ലണ്ടനിൽ വെച്ചാണ് മരണമടയുന്നത്. 65 വർഷം മാത്രം നീണ്ടുനിന്ന ആ ജീവിതം സംഭവബഹുലവും ദുരിതങ്ങൾ നിറഞ്ഞതുമായിരുന്നു. ഇന്നത്തെ കാലത്തെ പ്രശസ്തിയോ സ്വീകാര്യതയോ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഉണ്ടായിരുന്നില്ല. മാർക്സിൻ്റെ ശരീരം ലണ്ടനിലെ സെമിത്തേരിയിൽ സംസ്കരിക്കുമ്പോൾ വളരെ കുറച്ചു പേർ മാത്രമാണ് ആ ചടങ്ങിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാർക്ക് ആ സംസ്കാര ചടങ്ങിന് വേണ്ടി വരുന്ന സാമ്പത്തിക ശേഷി പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ലോകമാകെ വ്യാപിച്ചു. കുട്ടിക്കാലത്ത് ഒന്നിച്ചു കളിച്ചു വളർന്ന ജെന്നി വോൺ ഫാസ്റ്റ് വാലനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജെന്നിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ജെന്നിയുടെ ബന്ധുക്കൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ജെന്നിയുടെ എല്ലാ സമ്പത്തുകളും ഉപേക്ഷിച്ച് മാർക്സിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു ജെന്നി. 1841 അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുന്നത്. തുടർന്ന് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തേക്ക് മാറുകയായിരുന്നു. തുടർന്നുള്ള ഏതാനും വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ദാർശനിക കാഴ്ചപ്പാടുകളിലെ വികാസത്തിലേക്കുള്ള